ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ S3 ഇലക്ട്രിക്കലിന്റെ 2024 സ്കീമിൽ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ കോഴ്സ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ നെറ്റ്വർക്ക് തിയറിയുടെ 4 മൊഡ്യൂൾസിന്റെ കംപ്ലീറ്റ് തിയറി ആസ്പെക്ട്സും കൂടാതെ പ്രോബ്ലം ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്, അത് പ്രീവിയസ് ടൈപ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്കലി അത് ഡീൽ ചെയ്യുന്നത് നെറ്റ്വർക്ക് തിയറംസ് ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. സോ ദിസ് ഇസ് ദ സിലബസ് ഓഫ് ദ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, അപ്പൊ അതില് സിലബസിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടുന്ന മെഷ് അനാലിസിസ് ആൻഡ് നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സിലബസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ എല്ലാ തിയറംസ് നെറ്റ്വർക്ക് തിയറംസ് എല്ലാം നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് അപ്ലൈ ചെയ്യും? ഈ മെഷ് അനാലിസിസ് നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യും. അല്ലാതെ അപ്ലൈ മെഷ് അനാലിസിസ് അപ്ലൈ നോഡൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് കംപ്ലീറ്റ് നെറ്റ്വർക്ക് തിയറംസ് ആണ്. അതായത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇൻഡയറക്ട്ലി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, പിന്നെ തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, അതിന്റെ ഡിഫറെന്റ് കേസസ്, പിന്നെ റെസിപ്രോസിറ്റി തിയറം. ഇത്രയും തിയറംസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ തിയറംസ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടുപിടിക്കുക, ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ വോൾട്ടേജ് കണ്ടുപിടിക്കുക. അത് ചിലപ്പം ഈ തിയറംസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ഡയറക്ട്ലി ഫൈൻഡ് ദ കറണ്ട് അക്രോസ് ദിസ് ബ്രാഞ്ച്, ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് എലിമെന്റ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തിയറംസ് അപ്ലൈ ചെയ്യാൻ പറ്റും, ചിലപ്പം അപ്ലൈ ദാറ്റ് പർട്ടിക്കുലർ തിയറം എന്നും പറഞ്ഞിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്സിലേക്ക് പോവാം. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു നമ്മൾ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്ട് ബേസിക്കലി ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. കംപ്ലീറ്റ് ഒരുവിധം 90% പ്രോബ്ലംസ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത്. തിയറി ടോപ്പിക്സ് ആയിട്ട് ചോദിക്കാറുള്ള വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന തിയറി ടോപ്പിക്സ് ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും തിയറംസ് നമ്മൾ നെറ്റ്വർക്ക് തിയറംസ് ആയിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. അതായത് സൂപ്പർപൊസിഷൻ തിയറം, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം, തെവനിൻസ് ആൻഡ് നോർട്ടൺസ് തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, റെസിപ്രോസിറ്റി തിയറം, ഇത്രയും തിയറംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ തിയറംസ് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഫുൾ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് കോഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് തിയറംസ് ഡയറക്ട്ലി സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് തിയറംസ് ആണുള്ളത്. ഒന്ന് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, മറ്റൊന്ന് റെസിപ്രോസിറ്റി തിയറം. ഇത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് പറയുന്നത്. അതിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറംസിന്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഈ തിയറംസ് ഒക്കെ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാനുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തിയറംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് 3 തരത്തിലുള്ള നെറ്റ്വർക്ക് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അതാണ് ഈ 2, 3, 4 എന്ന് പറയുന്ന ടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ സർക്യൂട്ട്സിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇൻഡിപെൻഡന്റ് DC സോഴ്സസും ബാക്കി റെസിസ്റ്റർ കമ്പോണന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡിപെൻഡന്റ് DC സോഴ്സസ് ഉള്ള സർക്യൂട്ടുകൾ. പിന്നെ സെക്കൻഡ് ടൈപ്പിൽ വരുന്നത് ഡിപെൻഡന്റ് സോഴ്സസ് ഉള്ള സർക്യൂട്ടുകൾ. പിന്നെ തേർഡിൽ വരുന്നത് AC സോഴ്സസ് ഉള്ള സർക്യൂട്ടുകൾ. അപ്പൊ AC സോഴ്സസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആര് വരും? ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും വരും. അപ്പൊ ഈ തിയറംസിലെല്ലാം ഈ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഈ ഓരോ തിയറംസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അത് ഇൻഡിപെൻഡന്റ് DC സോഴ്സ് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഡിപെൻഡന്റ് DC സോഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പം AC സോഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് ഞാൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ നമ്മുടെ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറം,
അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി, അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ്, ഓരോ ടൈപ്പ് പ്രോബ്ലംസ്, ഇങ്ങനെയാണ് നമ്മൾ തിയറി പ്രോബ്ലംസും കോഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്തുനിന്ന് നമ്മൾ ജസ്റ്റ് എന്താണ് ഇന്നെന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെഷനാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് ഒന്നും എഴുതി കാണിക്കില്ല. ജസ്റ്റ് ഇതാണ് സ്റ്റെപ്സ്, അപ്ലൈ തെവെനിൻ തിയറം, അപ്ലൈ കിർച്ചോഫ് വോൾട്ടേജിലോ അപ്ലൈ കിർച്ചോഫ് കറന്റിലോ ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞു തിയറംസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് സ്റ്റേറ്റ് റെസിപ്രോസിറ്റി തിയറം. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് തവണ മുൻപ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് റെസിപ്രോസിറ്റി തിയറം അല്ലെങ്കിൽ സ്റ്റേറ്റ് റെസിപ്രോസിറ്റി തിയറം വിത്ത് ആൻ എക്സാമ്പിൾ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലീനിയർ ബൈലാറ്ററൽ സിംഗിൾ സോഴ്സ് നെറ്റ്വർക്കിലാണ് റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ അകത്ത് റേഷ്യോ ഓഫ് എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റിമൈൻസ് സെയിം വെൻ ദ പൊസിഷൻസ് ഓഫ് എക്സൈറ്റേഷൻസ് ആൻഡ് റെസ്പോൺസ് ആർ ഇന്റർചേഞ്ച്ഡ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ ഒരൊറ്റ സോഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സോഴ്സ് കൊണ്ട് റെസ്പോൺസ് വേറൊരു ബ്രാഞ്ചിൽ ഉണ്ടാവുന്നുവെങ്കിൽ ആ സോഴ്സിനെയും റെസ്പോൺസിനെയും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻപുട്ടിൽ സോഴ്സ് കൊടുത്തിട്ട് ഔട്ട്പുട്ടിലെ റെസ്പോൺസ് കാണുന്നതിന് പകരം അതേ സോഴ്സിന് നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സെയിം റെസ്പോൺസ് ആയിരിക്കും ഇൻപുട്ടിൽ കിട്ടുന്നത്. ഇതാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. അപ്പൊ അതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ നെറ്റ്വർക്കിൽ ഇപ്പൊ ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ നെറ്റ്വർക്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കറണ്ട് ഔട്ട്പുട്ടിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതാണ് എന്ത് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്, ഇതാണ് റെസ്പോൺസ്. ഇതേ സംഭവം തന്നെയാണ് എങ്ങനെ സംഭവിക്കുക, അതായത് ഇതേ പർട്ടിക്കുലർ നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ ഈ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിൽ നമുക്ക് സെയിം റെസ്പോൺസ് കാണാൻ പറ്റും. അതായത് ഇൻപുട്ട് സൈഡിൽ എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് റെസ്പോൺസ് കിട്ടിയോ സെയിം റെസ്പോൺസ് നമുക്ക് എവിടെ കിട്ടും, ഇവിടെ ഇൻപുട്ടിൽ കിട്ടും. എപ്പോ ഔട്ട്പുട്ടിൽ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും സോഴ്സിന്റെ പൊസിഷൻ മാറ്റി കഴിഞ്ഞാലും റെസ്പോൺസ് സെയിം ആയിട്ട് തന്നെ കിട്ടും എന്നാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. സോ അതാണ് റെസിപ്രോസിറ്റി തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ, ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് എടുക്കുക, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യുക, അതുകൊണ്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കുക. സെയിം നെറ്റ്വർക്കിനെ തന്നെ റീറ്റെയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് സൈഡിൽ ഈ വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യുക, ഇൻപുട്ട് സൈഡിൽ അതുകൊണ്ടുള്ള കറണ്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിപ്പോ ഒരു 6 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഇതിനുകൊണ്ടുണ്ടാവുന്ന ഔട്ട്പുട്ട് സൈഡിൽ ഉണ്ടാവുന്ന കറണ്ട് ഒരു 2 ആംപിയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ 6 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും 2 ആംപിയർ തന്നെ കിട്ടണം. ഓക്കെ, അതായത് നമ്മൾ കാണിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ആൻഡ് ഷോ റെസിപ്രോസിറ്റി തരാം, അല്ലെങ്കിൽ വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ കാണിക്കുന്ന സമയത്ത് ഇവിടെ 6 കൊടുത്ത് ഇവിടെ 2 കൊടുത്ത് കിട്ടി, ഇവിടെ 6 കൊടുത്ത് പിന്നെ ഇവിടെ 3 കിട്ടരുത്, സെയിം 2 തന്നെ കിട്ടണം. അത് നിങ്ങളുടെ മിടുക്കാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തിയറം കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും നമുക്ക് പറയാനില്ല. അപ്പൊ ശരിക്കും സ്റ്റേറ്റ് റെസിപ്രോസിറ്റി തിയറം വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തെവെനിൻസ് ആൻഡ് നോർട്ടൺസ് തിയറം ആണ്. തെവെനിൻസ് ആൻഡ് നോർട്ടൺസ് തിയറത്തിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് തെവെനിൻസ് തിയറം അല്ലെങ്കിൽ സ്റ്റേറ്റ് തെവെനിൻസ് തിയറം, സ്റ്റേറ്റ് നോർട്ടൺസ് തിയറം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടില്ല. പക്ഷേ വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് തന്നിട്ട് ആ നെറ്റ്വർക്കിൽ ഫൈൻഡ് തെവെനിൻസ് ഇക്വലന്റ് അല്ലെങ്കിൽ ഫൈൻഡ് നോർട്ടൺസ് ഇക്വലന്റ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് കാണാം. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് തിയറംസും നോർട്ടൺസ് തിയറംസും അല്ലെങ്കിൽ ഏത് തിയറംസും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ തിയറംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് 3 ടൈപ്പിൽ ചോദിക്കാം. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് എന്ത്, സർക്യൂട്ട്സ് വിത്ത് ഓൺലി ഇൻഡിപെൻഡന്റ് സോഴ്സസ്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സോഴ്സ് കാണാം, ഒന്ന് 6 ആംപിയർ, ഒന്ന് 42 വോൾട്ടും. ഇത് രണ്ടും എന്താണ്, ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ്, ഡിപെൻഡന്റ് സോഴ്സ് അല്ല. ഡിപെൻഡന്റ് സോഴ്സ് ആണ് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക, ഡിപെൻഡന്റ് സോഴ്സിനെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഡയമണ്ട് ഷേപ്പിലായിരിക്കും അതിനെ മാർക്ക് ചെയ്യുന്നത്. കൂടാതെ ആ പർട്ടിക്കുലർ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജോ കറണ്ടോ വേറൊരു ബ്രാഞ്ചിലുള്ള വോൾട്ടേജിനെയോ കറണ്ടിനെയോ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് പക്ക എന്താണ്, ഇൻഡിപെൻഡന്റ് സോഴ്സസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പൊ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്നുകിൽ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ദ തെവെനിൻസ് ഇക്വലന്റ് അക്രോസ് ദ പോയിന്റ് എ ആൻഡ് ബി, ഇതാണ് എ ആൻഡ് ബി. ഓക്കെ, ദിസ് ഈസ് എൻ, ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എ ബി എന്ന് പറയുന്ന പോയിന്റ് അക്രോസ് ഉള്ള തെവെനിൻസ് ഇക്വലന്റ് എത്രയാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് ദ കറണ്ട് ത്രൂ 3 ഓം റെസിസ്റ്റൻസ് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഇതിൽ കൂടിയുള്ള കറണ്ട് കാണണമെങ്കിൽ നിങ്ങൾ തെവെനിൻസ് തിയറം തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല.
നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തിയറം സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിൽ ഫൈൻഡ് തെവനിൻസ് ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ നോർട്ടൺസ് ഇക്വലന്റ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, തെവനിൻസ് ഇക്വലന്റ് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലായല്ലോ. സർക്യൂട്ട് വിത്ത് ഓൺലി ഇൻഡിപെൻഡന്റ് സോഴ്സ്. ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമുള്ള സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് തെവനിൻസ് തിയറം എന്ന് പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിന് നമുക്കൊരു തെവനിൻസ് ഇക്വലന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് പർട്ടിക്കുലർ പോയിന്റ് അക്രോസ് ആണോ തെവനിൻസ് ഇക്വലന്റ് കണ്ടുപിടിക്കേണ്ടത് ആ പർട്ടിക്കുലർ പോയിന്റിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ പോയിന്റ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇക്വലന്റ് വോൾട്ടേജ് അതായിരിക്കും VTH. ആ പർട്ടിക്കുലർ പോയിന്റ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് അതായിരിക്കും RTH. അപ്പോൾ വൺസ് VTH ആൻഡ് RTH ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ യു ക്യാൻ റെപ്രസെന്റ് വിത്ത് എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സിംഗിൾ റെസിസ്റ്റർ. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തിട്ടുള്ള RL റീകണക്ട് ചെയ്യുക. സോ ദിസ് ഈസ് ദ തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ അതിൽ റെസിസ്റ്റൻസ് തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണുന്നതിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു തിയറംസും തിയറീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഒരു റിവിഷൻ സീരീസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ ഫോക്കസ് ചെയ്യണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഒരു സെഷനാണ് ഇത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഇതിന് അക്രോസ് ഈ പോയിന്റ് AB ആണെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിന് അക്രോസ് ഉള്ള തെവനിൻസ് ഇക്വലന്റ് വോൾട്ടേജ് ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ തെവനിൻസ് ഇക്വലന്റ് നെറ്റ്വർക്ക് ആണ് കാണേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 ohm എന്ന് പറയുന്ന റെസിസ്റ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. കണ്ടോ, ബാക്കിയുള്ള സർക്യൂട്ട് ആണത്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് VTH കണ്ടുപിടിക്കാം. VTH കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏത് മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാം, യാതൊരു തെറ്റുമില്ല. പക്ഷെ ഉത്തരം തെറ്റിപ്പോരുത്. മാർഗം ഏതായാലും ഉത്തരം ശരിയായിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും, ഫസ്റ്റ് ലൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ഉണ്ടാകും. ഇതിൽ കൂടെ 6 ആംപിയറേ പോകുള്ളൂ. അപ്പൊ ഈ ലൂപ്പ് കറണ്ട് എന്ന് പറയുന്നത് 6 ആംപിയർ ആയിരിക്കും. സോ ഫസ്റ്റ് ലൂപ്പിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിവിടെ സാധാരണ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മെഷ് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് സോൾവ് ചെയ്യുമ്പോൾ I1 = 6 എന്ന് കിട്ടും. സെക്കൻഡ് ലൂപ്പ് എടുക്കുക, അതിന്റെ അകത്ത് KVL അപ്ലൈ ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തുണ്ടാവും? ഇവിടെ I2 ഉണ്ട്, ഇവിടെ I1 ഉണ്ട്. ഈ ബ്രാഞ്ചിൽ കൂടെ I2 - I1 എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്ത് KVL എഴുതുന്ന സമയത്ത് നമുക്ക് I1 ഉം I2 ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓൾറെഡി I1 ഫസ്റ്റ് മെഷ് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് I2. അപ്പൊ I2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ? I2 എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലേ? അപ്പൊ I2 എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിനെ ക്രോസ് കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. ആ പർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയല്ലേ VTH എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? VTH is equal to 6 times the current flowing through this branch. ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് എത്ര? I2. സോ 6I2 is the VTH. I2 ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? VTH is equal to 38 volt എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിന്റെ ആണ്. തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിന്റെ അകത്ത് ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഡിപ്പെൻഡന്റ് സോഴ്സ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഡിപ്പെൻഡന്റ് സോഴ്സ് ഇല്ല എങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. നോക്കിക്കേ, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇവിടെ കറണ്ട് സോഴ്സ് ഉണ്ട്, അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള സർക്യൂട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ബ്രാഞ്ച് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇവിടെ 12 ohm ഉണ്ട്, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. സോ 12 ohമിന്റെ ഒറ്റ റെസിസ്റ്റർ, പിന്നെ ഒരു 6 ohm. അപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ത് വരും? 6ന്റെയും 12ന്റെയും പാരലൽ കോമ്പിനേഷൻ. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് RTH കിട്ടി. നേരത്തെ VTH 38 volt കിട്ടി, RTH 4 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ AB എന്ന് പറയുന്ന പോയിന്റ് അക്രോസിൽ ഈ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. This is Thevenin's equivalent network. Thevenin's equivalent നെറ്റ്വർക്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു റെസിസ്റ്റൻസ്. ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എത്രയാ? VTH. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാ? RTH. ഇത് രണ്ടുമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? നേരത്തെ നമ്മളൊരു 3 ohm ഇവിടെ കണക്ട് ചെയ്തതിന് എടുത്ത് കളഞ്ഞിട്ടില്ലേ? Thevenin's equivalent കാണാൻ വേണ്ടി ഇവിടെ ഒരു 3 ohമിനെ എടുത്ത് കളഞ്ഞിട്ടില്ലേ? ആ 3 ohമിനെ തിരിച്ച് കണക്ട് ചെയ്യുക. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്ക് ഈ 3 ohമിൽ കൂടെയുള്ള കറണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് എത്രയാ? 38. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 4 + 3. അതെന്താ? അത് സീരീസ് ആണ്. സോ 38 divided by 4 + 3 you will get 5.43 ampere. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പ്രത്യേകിച്ച് ആർക്കും നെറ്റ്വർക്ക് തിയറിയുടെ ബേസിക്സ് അറിയുന്ന എല്ലാവർക്കും ഡീൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്.
സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സർക്യൂട്ട് വിത്ത് ഡിപ്പെൻഡന്റ് സോഴ്സ് ആണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്യൂട്ട് വിത്ത് ഇൻഡിപെൻഡന്റ് സോഴ്സ്. ഇത് സർക്യൂട്ട് വിത്ത് ഡിപ്പെൻഡന്റ് സോഴ്സ്. നോക്കിയാൽ സർക്യൂട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ അതിൻ്റെ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ട്. ഇതാ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടാവും, അതുണ്ടായിക്കോട്ടെ. ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രത്യേകതകൾ വരുന്നത്. ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സോഴ്സ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. This voltage source is depending on a particular value I1, where I1 is the current flowing through another branch. അതാണ് വ്യത്യാസം. അതാണ് ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് നോർട്ടൺസ് ഇക്വലൻസ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ബിലോ. ഇതാണ്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ AB എന്ന് പറയുന്ന പോയിന്റ് അക്രോസ് ഉള്ള നോർട്ടൺസ് ഇക്വലന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തെവനിൻസ് തിയറം പോലെ തന്നെയാണ് നോർട്ടൺസ് തിയറം. തെവനിൻസ് തിയറത്തിൽ VTH-ഉം RTH-ഉം ആണ് കാണുന്നതെങ്കിൽ നോർട്ടൺസ് തിയറംസിൽ എന്താ കണ്ടുപിടിക്കുന്നത്, IN-ഉം, അതായത് നോർട്ടൺസ് കറന്റ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് കൂട്ടത്തില് നോർട്ടൺസ് റെസിസ്റ്റൻസ്. നോർട്ടൺസ് റെസിസ്റ്റൻസും തെവനിൻസ് റെസിസ്റ്റൻസും സെയിം ആണ്, കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറും സെയിം ആണ്. പക്ഷേ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് VTH എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. നോർട്ടൺസ് കറന്റ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഓൾറെഡി ഉള്ള ഫുൾ കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് നോക്കാം, കണ്ടു നോക്കാം. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് കാണുക, ഇത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്, ഈ ഏരിയ എന്നൊക്കെയാണ് ചോദിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ this is the second type, circuit with dependent source. Dependent source നോർട്ടൺസ് ഇക്വലന്റ് എന്ന് ചോദിക്കണമെന്നില്ല, ഫൈൻഡ് ദ തെവനിൻസ് ഇക്വലന്റ് എന്ന് ചോദിക്കാം. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. സോ ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അതിന് മുമ്പേ ജസ്റ്റ് നോർട്ടൺസ് തിയറം എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ നോർട്ടൺസ് തിയറം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ കറന്റ് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്ററുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ആൻഡ് ദാറ്റ് സിംഗിൾ കറന്റ് സോഴ്സ് will supply a current of IN, where IN is the Norton's current or short circuit current. Short circuit current നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഏതിനെ ക്രോസ് ആണോ നോർട്ടൺസ് ഇക്വലന്റ് കാണേണ്ടത് ആ ഒരു ബ്രാഞ്ചിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ RL-നെ എടുത്ത് കളഞ്ഞ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യല്ലേ ചെയ്തത്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ആ ബ്രാഞ്ചിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. RN എങ്ങനെ കണ്ടുപിടിക്കും, RTH എങ്ങനെ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. സോ നോർട്ടൺസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കാര്യമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം എങ്ങനെ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ABക്ക് അക്രോസ് ആണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ നോർട്ടൺസ് തിയറം കാണും, നോർട്ടൺസ് കറന്റ് കാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് നിങ്ങൾ നോക്കിക്കേ, അതായത് ഇതിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യും അല്ലെ. അപ്പോൾ ഇവിടുന്ന് ഒരു കറണ്ട്, ഒരു 6 ആംപിയർ കറണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അത് ഇവിടെ ഒരു ജംഗ്ഷൻ മീറ്റ് ചെയ്യണം. ആ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് അതിന് 2 വഴികൾ കാണാൻ പറ്റും. ഒരു വഴി എന്താ, I1 എന്ന് പറയുന്ന കറണ്ട് ആയിട്ട് ഇതിലെ പോകാനും പറ്റും. ഒരു വഴി ഈ ഷോർട്ട് സർക്യൂട്ടിൽ കൂടെ പോകാൻ പറ്റും. നമ്മളൊക്കെ ഷോർട്ട് കട്ടിന്റെ ആൾക്കാരല്ലേ, നമ്മൾക്ക് ഷോർട്ട് കട്ട് കിട്ടിയാൽ നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ എപ്പോഴെങ്കിലും ചെയ്യോ, ഇല്ല. അതുപോലെ തന്നെയാണ് കറണ്ട്. അതിന് എളുപ്പ വഴി കിട്ടിക്കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ഇല്ലാത്ത, മുള്ളുകൾ ഇല്ലാത്ത വഴികൾ കൂടെയല്ലേ നമ്മൾ എപ്പോഴും നടക്കുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് ഇല്ലാത്ത വഴിയിൽ കൂടെ കംപ്ലീറ്റ് കറണ്ടും പോകും. റെസിസ്റ്റൻസ് ഉള്ള വഴി കൂടെ ആരെങ്കിലും പോവില്ല. നമുക്കിപ്പോൾ ഒരു വഴിക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് 2 റൂട്ട് ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്ത് പോകുന്ന സമയത്ത് 2 റൂട്ട് ഉണ്ട്. ഒരു റൂട്ടിൽ ഫുള്ള് കുണ്ടും കുഴിയും, മറ്റേ റൂട്ട് ഭയങ്കര അടിപൊളി റോഡ്. നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ഈ റൂട്ടിൽ ആരെങ്കിലും പോവോ? ഒരു അഡ്വഞ്ചറസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ റൂട്ടിൽ ആരും പോവില്ല. നമ്മൾ എപ്പോഴും നല്ല റൂട്ടിൽ കൂടെ പോകുള്ളൂ. അതുപോലെ തന്നെയാണ് കറണ്ട്. ഇവിടെ ഒരു 6 ആംപിയർ വന്നു കഴിഞ്ഞാൽ ആ 6 ആംപിയറിന് 2 പാത്തുകൾ കാണാൻ പറ്റും. ഒരു പാത്തിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, മറ്റേ പാത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട്, ആ റെസിസ്റ്ററേ ഇല്ല. അപ്പൊ കംപ്ലീറ്റ് കറണ്ടും എങ്ങോട്ട് പോകും, ഇതിൽ കൂടെ പോകും. അപ്പൊ ഇതിൽ കൂടെ ആരെങ്കിലും പോവോ? ഇല്ല. സോ I1 becomes 0. ഓക്കെ, അപ്പോ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതാണ് I1 is equal to 0. സോ ഫോർ ഫൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് അപ്ലൈ ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ A and B. ഇങ്ങനത്തെ സ്റ്റേറ്റ് ഇതാണ് നമ്മൾ പ്രോബ്ലം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസർ ഷീറ്റിൽ അത് പറയാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു എല്ലാം പ്രോബ്ലംസ് ആയിരിക്കും, ഒരുവിധം എല്ലാം പ്രോബ്ലംസ് ആയിരിക്കും. ആ പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന സർക്യൂട്ടില്ലേ അത് അതേപടി പേപ്പറിൽ വരച്ചു വെക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിനുശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് നിങ്ങൾക്ക് ആ പ്രോബ്ലംസിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ അറിയണ്ടാവില്ലടോ, വല്ല ഓംസ് ലോയോ വല്ല KVL വല്ല KCL അങ്ങനെ 3-4 ഇക്വേഷൻ എഴുതി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാക്കി പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു സ്പാർക്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? I1 = 0 കിട്ടി. അപ്പൊ ഈ സ്റ്റെപ്സ് നമ്മൾ എഴുതണം. നോർട്ടൺസ് ഇക്വലന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോർട്ടൺസ് ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർട്ടൺസ് ഇക്വലന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. സോ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എക്ക് ബിക്ക് അക്രോസ് ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി I1 0 ആയിട്ട് പോകും. I1 ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സോഴ്സ് അല്ലടോ ഇവൻ. ഇവിടെ I1 = 0 ആവുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് സോഴ്സ് എന്താവും? 0 ആവും. വോൾട്ടേജ് സോഴ്സ് 0 ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഷോർട്ട് സർക്യൂട്ട് ആവാന്ന് അർത്ഥം. കറണ്ട് സോഴ്സ് 0 ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓപ്പൺ സർക്യൂട്ട് ആവാന്ന് അർത്ഥം. സോ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഈ ബ്രാഞ്ചിന് പ്രത്യേകിച്ച് റിലവൻസ് ഇല്ല, അതിൽ കൂടെ കറണ്ട് ഒന്നും പോവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതായിട്ട് മാറും. അതായത് ഒരു 2 വോൾട്ട്, ഒരു 2 ഓം റെസിസ്റ്റർ, ഇവിടെ ഉണ്ടായിരുന്ന ഡിപെൻഡന്റ് സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിപെൻഡന്റ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കി മാറ്റി. ഈ ഒരു പാത്തിൽ കൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല. അപ്പൊ ISC ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് 2 വോൾട്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് 2 ഓം. സോ 2 / 2 1 ആംപിയർ കറണ്ട് ആയിരിക്കും ഏതിൽ കൂടെ പോകുന്നത്? ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്നത്. സോ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് = 1 ആംപിയർ. അത് നമുക്ക് കിട്ടി. സോ തെവനിൻസ് നോർട്ടൺസ് ഇക്വലന്റ് ആണ് ഇവിടെ കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോർട്ടൺസ് ഇക്വലന്റിന് നോർട്ടൺസ് കറണ്ട് നമുക്ക് കിട്ടി. മതിയോ? പോരാ. എന്ത് ചെയ്യണം? നോർട്ടൺസ് റെസിസ്റ്റൻസ് കാണണം. നോർട്ടൺ റെസിസ്റ്റൻസ് കാണാനുള്ള യൂഷ്വൽ പ്രോസസ് എന്താ? തെവനിൻസ് റെസിസ്റ്റൻസ് കാണുന്ന സെയിം പ്രോസസ് ആണ്. എന്താണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? സർക്യൂട്ട് എടുക്കുക. സർക്യൂട്ടിന്റെ അകത്ത് ഡിപെൻഡന്റ് സോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ദേ കിടക്കുന്നു ആര്? ഡിപെൻഡന്റ് സോഴ്സ്. ഡിപെൻഡന്റ് സോഴ്സിനെ നമ്മൾ അനാവശ്യമായി വേറെ പ്രേരണ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അതിനെ എന്ത് ചെയ്യരുത്? ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ പാടില്ല. നേരെ മറിച്ച് വേറെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചിലെ കറണ്ട് 0 ആയതുകൊണ്ട് അത് 0 ആവാം. അത് നമ്മുടെ കുറ്റമല്ല. അവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യാം. അല്ലാതെ ഇവനെ പോയി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യരുത്? ഡിസ്റ്റർബ് ചെയ്യരുത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിപ്പെൻഡന്റ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉള്ള പ്രോബ്ലംസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കോഷ്യസ് ആവണം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിച്ചു. നിങ്ങൾ ഇവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് അറ്റ് VTH തെവനിൻസ് വോൾട്ടേജ് അങ്ങോട്ട് കണ്ടുപിടിക്കുക. ദെൻ ടേക്ക് ദ റേഷ്യോ ഓഫ് VTH/ISC. ദാറ്റ് വിൽ ബി യുവർ RN അല്ലെങ്കിൽ RTH. അപ്പൊ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് RN or RTH കണ്ടുപിടിക്കുക? നിങ്ങൾ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും, നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കിട്ടും. തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കിട്ടും. That voltage divided by that current will give you the Norton's resistance. So അതാണ് ഈ സ്റ്റെപ്പ്. RN = VTH/IC. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്ത് ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ 4-5 പ്രോബ്ലംസ് നമ്മൾ കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഇവിടെ ഓൾറെഡി ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ നോർട്ടൺസ് കാണാൻ വേണ്ടി ഷോർട്ട് സർക്യൂട്ട് ചെയ്തതാണ്. അപ്പൊ ആ വഴി നമ്മൾ അങ്ങനെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ VTH കണ്ടുപിടിക്കണം. VTH കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ VTH എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് അല്ലെ? യെസ്, ദിസ് ഈസ് VTH. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ കൂടെ ഒരു കറണ്ട് പോകുന്നുണ്ട് I1 എന്ന് പറയുന്ന 1 ഓം റെസിസ്റ്റൻസിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും നേരത്തെ I1 0 ആണല്ലോ, ഇപ്പൊ 0 അല്ലേ? അല്ല, ഇപ്പൊ ഇവിടെ കൂടെ ഷോർട്ട് സർക്യൂട്ട് ഇല്ല. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ I1 0 ആവുള്ളൂ. ഓക്കെ, അപ്പൊ സർക്യൂട്ടിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോഡിഫിക്കേഷൻ അനുസരിച്ച് അതിൽ കൂടെ പോകുന്ന കറണ്ടും വോൾട്ടേജും എല്ലാം മാറും. സോ ഇവിടെ I1 × 1 ഓം എന്ന് പറയുന്നത് എത്രയായിരിക്കും? I1 × 1 ഓം എന്ന് പറഞ്ഞാൽ I1 തന്നെയല്ലേ? സോ ഇത്രയും വോൾട്ടേജ് ഇതിന് അക്രോസ് ഉണ്ടാവും. ഇതേ വോൾട്ടേജ് അല്ലേ VTH? അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? I1 = VTH. അപ്പൊ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിപ്പെൻഡന്റ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ട് ഉണ്ടല്ലോ, ആ കറണ്ടിനെ വേറെ ഏതെങ്കിലും സർക്യൂട്ട് വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന I1. ഈ I1 ഞാൻ എന്ത് ചെയ്തു? VTHന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചുമ്മാ എഴുതിയതല്ല. VTH = I1 എന്ന് എനിക്ക് മനസ്സിലായി. സോ VTH = I1 കിട്ടി. പിന്നെ സ്റ്റെപ്പ് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ലൂപ്പ് എടുക്കുക. ഇവിടെ ജസ്റ്റ് എന്ത് അപ്ലൈ ചെയ്യുക? ഒരു KVL അപ്ലൈ ചെയ്യുക. നോക്കിയേ, ഇവിടെ 2 ഉണ്ട്. ഇതിനെ ക്രോസ് എത്രയാണ് ഡ്രോപ്പ്? 2 × I1. I1 എത്രയാ? VTH. സോ 2 VTH ഇതിനെ ക്രോസിലുള്ള ഡ്രോപ്പ്. ഇവിടെയോ 0.5 × I1. I1 എത്രയാ? VTH. സോ 0.5 × VTH ഇതിനെ ക്രോസിലുള്ള ഡ്രോപ്പ്. ഇതെത്രയാ? I1 × 1 ഓം. I1 എന്ന് പറയുന്നത് VTH. സോ VTH × 1 VTH. കഴിഞ്ഞു. ഇത് ഇവിടെ അങ്ങ് KVL അപ്ലൈ. KVLന്റെ സ്റ്റെപ്സ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് അപ്ലൈ. നിങ്ങൾ അപ്ലൈ ചെയ്യുക. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ VTHന്റെ എക്സ്പ്രഷൻ മാത്രമേ അതിനകത്ത് ഉണ്ടാവും. I1 നമ്മൾ VTH ആക്കി മാറ്റി. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് VTH = 0.8 വോൾട്ട് എന്ന് കിട്ടും.
ഓൾറെഡി നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 1 ആംപിയർ ആണെന്ന് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നോർട്ടൺസ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? VTH/ISC. VTH എന്ന് പറയുന്നത് 0.8, IS എന്ന് പറയുന്നത് 1. സോ 0.8 ഈസ് ദ നോർട്ടൺസ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നോർട്ടൺസ് ഇക്വലന്റ് കിട്ടിയില്ലേ? നോർട്ടൺസ് ഇക്വലൻസിൽ ISC കിട്ടി. ISC എത്രയാ? ISC എന്ന് പറയുന്നത് 1 ആംപിയർ. And what is the resistance? Resistance is 0.8 ohm. So this is the Norton's equivalent circuit for the given circuit. ഈ given circuit ന്റെ Norton's equivalent circuit എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് സർക്യൂട്ട് വിത്ത് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓൺലി, ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈസ് സർക്യൂട്ട് വിത്ത് ഡിപെൻഡന്റ് സോഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ് ടൈപ്പ് 3, ദാറ്റ് ഈസ് ദ സർക്യൂട്ട്സ് വിത്ത് AC സോഴ്സസ്. മൂന്നാമത്തെ ടൈപ്പ്. അപ്പൊ ഇത് മൂന്ന് ടൈപ്പിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, പക്ഷേ തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം ഈ 3 ടൈപ്പിലും ചോദിക്കാം. അപ്പൊ നമ്മൾ ഇത് 3 അറിഞ്ഞിരിക്കണ്ടേ? കഴിഞ്ഞ കൊല്ലം AC സർക്യൂട്ടിനെയാണ് ചോദിച്ചതെങ്കിൽ അതിന്റെ മുമ്പത്തെ കൊല്ലം ഡിപെൻഡന്റ് സോഴ്സിന്റെ ചോദിച്ചത്. ചില കൊല്ലത്തിൽ ഡിപെൻഡന്റ് സോഴ്സിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടും മറ്റേത് essay ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ഇല്ലേ, ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ആ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഷോർട്ട് ആൻസർ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട്. നമുക്കറിയാം ക്വസ്റ്റൻ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ 3 മാർക്കിന്റെ, essay ടൈപ്പ് ക്വസ്റ്റൻ 9 മാർക്കിന്റെ. 9 മാർക്കിന്റെ ചിലപ്പം ഒരു സിംഗിൾ ക്വസ്റ്റൻ ആയിരിക്കും, അല്ലെങ്കിൽ 9 മാർക്കിന്റെ ക്വസ്റ്റൻ 2 സെക്ഷൻ ആയിട്ട്, 4 മാർക്കിന്റെ 5 മാർക്കിന്റെ 2 സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് മാറ്റിയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഒക്കെ ശരിക്കും 3 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ സ്റ്റെപ്സ് കുറച്ച് എഴുതാനുണ്ട്, പക്ഷെ സംഭവം എളുപ്പമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു അത്യാവശ്യം വലിയ ക്വസ്റ്റ്യനാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതിന്റെ അകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഒബ്റ്റെയിൻ തെവനിൻസ് ഇക്വിവലന്റ് നെറ്റ്വർക്ക്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഇൻഡക്ടർ കിടക്കുന്നു, കപ്പാസിറ്റർ കിടക്കുന്നു, കൂടാതെ ഒരു AC വോൾട്ടേജ് സോഴ്സ് കിടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ തെവനിൻസ് ആൻഡ് നോർട്ടൺസ് തിയറത്തിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നും പേടിക്കാനൊന്നുമില്ല, ഇതെല്ലാം സെയിം പ്രോസസ് ആണ്. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന ഫോമാറ്റും അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫോമാറ്റും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കൺവേർഷന്റെ ആവശ്യമായിട്ട് വരും. എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് സോഴ്സ് കാണാം അല്ലെ? പോട്ടെ, നമുക്ക് സ്റ്റെപ്സിലേക്ക് വരാം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? VTH ആണ് കണ്ടുപിടിക്കേണ്ടത്. VTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി VTH ഏത് പോയിന്റ് അക്രോസ് ആണോ നമുക്ക് തെവനിൻസ് ഇക്വിവലന്റ് കണ്ടുപിടിക്കേണ്ടത്, അതിന് ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ ഇവിടെ AB അക്രോസ് ആണ് VTH കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഓൾറെഡി ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ വേറെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. സോ AB അക്രോസ് ഓൾറെഡി ഓപ്പൺ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മാർക്ക് ദ വോൾട്ടേജ് VTH മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇൻപുട്ട് സൈഡിൽ കിടക്കുന്നുണ്ട്. അതിനെ ഒന്ന് സോൾവ് ചെയ്യാം. മെഷ് അനാലിസിസ് അല്ലെങ്കിൽ നോഡ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? VTH കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? VTH കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ലൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ഈ ലൂപ്പിൽ ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട്, ആ കറണ്ട് എന്താ? ഈ മെഷിൽ കൂടെ പോകുന്ന കറണ്ട്. അപ്പൊ ആദ്യം ആ കറണ്ടിനെ സോൾവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപറ്റുള്ളൂ? VTHലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ ഒരു മെഷ് എടുക്കും. ആ മെഷിൽ കറണ്ടിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ KVL അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഫോക്കസ് എന്താ? ഇവിടെ ഒരു 2 ohm ഉണ്ട്, ഇവിടെ ഒരു J6 ഉണ്ട്. രണ്ടും സീരീസ് ആയിട്ടല്ലേ? രണ്ടും ഇമ്പിഡൻസിലല്ലേ? ഇമ്പിഡൻസിലാകുന്ന സമയത്ത് സീരീസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സോ 2 + J6 ആണ് ഈ ബ്രാഞ്ചിന്റെ ഇമ്പിഡൻസ്. 2 + J6 കൂടെ I പോകുന്നു. സോ ഇതിനെ അക്രോസുള്ള വോൾട്ടേജ് എന്ത് വരും? I × 2 + J6. കൂടാതെ ഇവിടെ എന്തുണ്ട്? ഒരു -J4 ഉണ്ട്. അപ്പോൾ 2 + J6 - J4 ഇത് മൂന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മൂന്നിൽ കൂടെ പോകുന്ന കറണ്ട് I. അപ്പോൾ ഇതിൽ കൂടെ ഈ കറണ്ടിനെ മൾട്ടിപ്ലൈ, ഇത് ടോട്ടൽ ഇമ്പിഡൻസ്, കറണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടി. പിന്നെയുള്ളത് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സാണ്. ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് റെക്ടാങ്കുലർ സിസ്റ്റത്തിലാണ്, ഇത് പോളാർ കോർഡിനേറ്റ്സിലാണ് അല്ലെ? നമുക്കറിയാം, നമുക്ക് AC സോഴ്സസ് വരുന്ന സമയത്ത് സർക്യൂട്ടിലെ എലിമെന്റ്സ് ചിലപ്പം പോളാർ റെപ്രസെന്റേഷനിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പം റെക്ടാങ്കുലർ, അതായത് ഇൻ ടേംസ് ഓഫ് ജെയിന്റെ ടേംസിലായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കൺവേർട്ട് ചെയ്യാൻ, മാനുവലി കൺവേർട്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഡയറക്ട്ലി കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോളാറിന് റെക്ടാങ്കുലറോ റെക്ടാങ്കുലർ പോളാറോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. സോ ഏതെങ്കിലും അഡീഷൻ ആണ് വരുന്നതെങ്കിൽ അഡീഷൻ ഏറ്റവും നല്ലത് റെക്ടാങ്കുലർ സിസ്റ്റംസ് ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് വരുന്നതെങ്കിൽ അഡീഷനും സബ്ട്രാക്ഷനും റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നല്ലത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നെങ്കിൽ പോളാർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നല്ലത്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ AC സർക്യൂട്ടിന്റെ പ്രോബ്ലംസ് കുറെ പ്രോബ്ലംസ് നമ്മൾ തിയറി സെഷനിൽ, ഇതിന്റെ കോഴ്സ് പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കോഴ്സിന്റെ സെക്ഷനിൽ നമ്മൾ AC സർക്യൂട്ടിന്റെ കുറെ പ്രോബ്ലംസ് പ്രാക്ടീസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്.
സോ അതൊക്കെ ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കുറച്ച് ഐഡിയ കിട്ടും. സോ ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഐ എന്ന് പറയുന്ന ഒരൊറ്റ അൺനോണേ ഉള്ളൂ. സോ ഐ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ആസ് 5 ആംഗിൾ 90 ഡിവൈഡഡ് ബൈ 2 + j6 - j4. അപ്പൊ ഇവിടെ 5 ആംഗിൾ 90 എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ നമ്മൾ 5 ആംഗിൾ 90 ആയിട്ട് തന്നെ വെച്ചു. അടിയിൽ കിടക്കുന്ന 2 + j2 ഉണ്ടല്ലോ, ഈ 2 + j2 ജസ്റ്റ് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം, ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം എന്താ, ഇവിടെ ഡിവിഷൻ ആണ് പ്രോസസ്സ്. ഡിവിഷൻ എപ്പോഴും നല്ല എന്താ, പോളാർ കോർഡിനേറ്റ് പോളാർ സിസ്റ്റം ആണ്. സോ പോളാർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ കറസ്പോണ്ടിങ് കറണ്ട് ഇൻ ഫേസർ, പോളാർ അല്ലെങ്കിൽ ഫേസർ റെപ്രസെന്റേഷൻ. ഞാൻ പോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസർ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഫേസർ റെപ്രസെന്റേഷനിൽ നമുക്ക് എന്ത് കിട്ടി, കറണ്ട് കിട്ടി. ഇനി ഇതിന് ഫേസറിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ എക്സ്പേർട്ട് ആയിരിക്കും, റെക്ടാങ്കുലറിൽ ഡിവൈഡ് ചെയ്യാൻ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്ടാങ്കുലർ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാം, ഒരു തെറ്റുമില്ല. പക്ഷേ റെക്ടാങ്കുലർ ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. ഈ ഫേസറിൽ ഡിവൈഡ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം, ഫേസറിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. കാരണം ഫേസറിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ, മാഗ്നിറ്റ്യൂഡ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇതെല്ലാം മാഗ്നിറ്റ്യൂഡ്, ഇതിന് 2 + j2 ഫേസറിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഇവിടുത്തെ ഫേസുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അതാണ് എളുപ്പം. റെക്ടാങ്കുലറിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഐന്റെ വാല്യൂ കിട്ടി. ഐന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഒരു KVL എടുക്കാം. ആ ലൂപ്പിൽ KVL എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടും. എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും ഇല്ലടോ. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, രണ്ട് റെസിസ്റ്റൻസ്, രണ്ട് ഇമ്പിഡൻസുകൾ, ഒരു 4 Ω ഒരു -j4. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോകുന്നില്ല. കാരണം എന്താ, ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ 4 Ω അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വരുന്നത് ഒരു VTH വരും, അതിന്റെ കൂട്ടത്തിൽ ഈ 10 ആംഗിൾ 0 എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് വരും, പിന്നെ 5 ആംഗിൾ 90 എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് വരും, പിന്നെ I × -j4. അത്രയും കാര്യങ്ങൾ ഇവിടെയുള്ളൂ. പൊളാരിറ്റീസ് ഡയറക്റ്റ് ആയിട്ട്, പൊളാരിറ്റീസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ± ഇട്ടിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അതിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൊളാരിറ്റിയിൽ തന്നെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. Then you will get directly, you will get the VTH value. അപ്പോൾ VTH വാല്യൂ കിട്ടി നമുക്ക് 18 with a particular angle. VTH വാല്യൂ കിട്ടി. സോ VTH കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, RTH കണ്ടുപിടിക്കുക. നോക്കുമ്പോൾ സർക്യൂട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മളെ പേടിപ്പിക്കുന്ന ഡിപെൻഡന്റ് സോഴ്സുകൾ ഒന്നുമില്ല. സോ എങ്ങനെയാണോ നമ്മൾ RTH നോർമൽ കേസിൽ കണ്ടുപിടിക്കുന്നത് അതേപോലെ ഇതിലും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ അകത്ത് വോൾട്ടേജ് ഇൻഡിപെൻഡന്റ് സോഴ്സുകളെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വോൾട്ടേജ് സോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഇവനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇവനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നെറ്റ്വർക്ക് ഇങ്ങനെ കിട്ടും, സർക്യൂട്ട് ഇങ്ങനെ കിട്ടും അല്ലെ, ഒരു 4 Ω റെസിസ്റ്റർ, ഒരു -j4, പിന്നെ 2 ഉം j6 ഉം ഇങ്ങനെ. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുക, ZTH കണ്ടുപിടിക്കുക. എങ്ങനെ ZTH കണ്ടുപിടിക്കുക, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 2 + j6 ആണ്, ഇവിടെ ഒരു -j4 ഉണ്ട്. -j4 ഉം 2 + j6 ഉം പാരലൽ, അതിന്റെ കൂട്ടത്തിൽ 4 Ω എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് കണ്ടില്ലേ, 4 + 2 + j6 -j4 ന്റെ പാരലൽ കോമ്പിനേഷൻ. അപ്പൊ ഇത് ZTH കണ്ടുപിടിക്കുന്നു. ZTH കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, എല്ലാം റെക്ടാങ്കുലർ സിസ്റ്റത്തിലാണ് എഴുതിയിരിക്കുന്നത് അല്ലെ, ജെയിന്റെ ടേമിൽ അല്ലെങ്കിൽ കാർട്ടീഷ്യനിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് റെക്ടാങ്കുലറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റെക്ടാങ്കുലറിൽ എഴുതുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവിഷൻ വരുന്നുണ്ട്. ഡിവിഷൻ വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പ്രശ്നം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റ A + JB എന്ന് കിട്ടും. ഇവിടെ ഒരു A + JB ഉണ്ട്. ഈ രണ്ട് A + JB എങ്ങോട്ടേക്ക് മാറ്റുക, പോളാറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഫേസറിലേക്ക് മാറ്റുക. ഫേസറിലേക്ക് മാറ്റിയിട്ട് അതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദിസ് തിങ്. ഓക്കെ, അപ്പോൾ RTH കിട്ടി, ZTH. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി പോളാർ ഫേസർ റെപ്രസെന്റേഷൻ, ഫേസേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി സെഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ കോഴ്സിൽ അതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് സ്റ്റെപ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ZTH ഇവാലുവേറ്റ് ചെയ്തു, VTH ഇവാലുവേറ്റ് ചെയ്തു. പിന്നെ ഈക്വലന്റ് നെറ്റ്വർക്ക് കിട്ടാൻ എന്ത് വേണം, VTH ഉം ZTH ഉം കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലന്റ് നെറ്റ്വർക്ക് ആയി. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തെവനിൻസ് ആൻഡ് നോർട്ടൺസ് തിയറത്തിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതേ സർക്യൂട്ട് എന്നിട്ട് ഇതിന്റെ അകത്ത് നോർട്ടൺസ് ചോദിക്കാം, ഡിപെൻഡന്റ് സോഴ്സസ് ഉള്ള നെറ്റ്വർക്ക് എന്നിട്ട് അതിന്റെ അകത്ത് തെവനിൻസ് ചോദിക്കാം. പക്ഷെ അപ്രോച്ചുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം. സോ നെക്സ്റ്റ് തിയറം ഈസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, റെസിപ്രോസിറ്റി തിയറം പോലെ തന്നെ തിയറമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫോർ DC സോഴ്സസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് എന്താണ്, മാക്സിമം പവർ എപ്പോഴാണ് സോഴ്സ് നിന്ന് ലോഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്, അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, it states the maximum power is delivered from a source to load when the load resistance is equal to source resistance. അതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമ്മൾ
ഈ ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് ഈക്വൽ ആവുന്ന സമയത്താണ് സോഴ്സിന്റെ അകത്ത് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവുന്നത്. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. ഇപ്പൊ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ കഴിഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഈ ഫിഗർ വരയ്ക്കുക, ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു സീരീസ് റെസിസ്റ്റർ, ഒരു ലോഡ് റെസിസ്റ്റർ, എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് വെൻ RS ഈസ് ഈക്വൽ ടു RL. കഴിഞ്ഞു. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു എന്ന് വിചാരിക്കാം. പ്രൂഫ് നമ്മൾ തിയറി സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, എങ്ങനെയാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുക. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പവർ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന തിയറാണ് അല്ലേ. അപ്പൊ മാക്സിമം പവർ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയണമെങ്കിൽ മാക്സിമം പവർ എപ്പോഴാണ് കിട്ടുക, മാക്സിമം പവർ എന്താണെന്ന് അറിയണ്ടേ. മാക്സിമം പവർ എന്ന് പറയുന്നത് എന്താ? I² R. അപ്പൊ ആദ്യം കറണ്ട് കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ കറണ്ട് റെഡിയാണ്. ഇനി പവർ എവിടേക്കാണ് ഡെലിവർ ആവുന്നത്? ലോഡിലേക്കാണ് ഡെലിവർ ആവുന്നത്. അപ്പൊ പവർ എന്താ? പവർ കറണ്ട് സ്ക്വയർ ഇൻറ്റു ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്റൻസ്. സോ കറണ്ട് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് പവറിന്റെ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി മാക്സിമം പവർ എപ്പോഴാണ്, ഏത് പർട്ടിക്കുലർ ലോഡ് വാല്യൂവിനാണ് കിട്ടുക എന്നാണ്. അപ്പൊ ലോഡ് വാല്യൂ ചേഞ്ച് ചെയ്ത് മാക്സിമം പവർ എപ്പോൾ കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. അതിന് ബെസ്റ്റ് മെത്തേഡ് എന്താ? dP/dRL. അതായത് ഡെറിവേറ്റീവ് ഓഫ് പവർ വിത്ത് റെസ്പെക്ട് ടു RL വേരി ചെയ്യുന്നതിനനുസരിച്ച് പവറിന്റെ വേരിയേഷൻ എപ്പോഴാണോ മാക്സിമൈസ് ആവുന്നത് അപ്പോൾ dP/dRL എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. അപ്പോൾ ഈ സംഭവത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇക്വേറ്റ് ടു 0. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയറാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞിരുന്നത്. സോ dP/dRL കണ്ടുപിടിച്ചിട്ട് അത് എങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക? 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. dP/dRL ഇങ്ങനെ കിട്ടും. അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ പോവും, ന്യൂമറേറ്റർ ഇങ്ങനെ ഉണ്ടാവും. ന്യൂമറേറ്ററിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? RS ഈസ് ഈക്വൽ ടു RL എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. So hence the maximum power will be transferred to load when load resistance is equal to the source resistance. അപ്പോൾ ഇതാണ് തിയറം പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വാട്ട് ഈസ് ദ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് എന്ന് ചോദിക്കാം. സോ മാക്സിമം പവർ ഈസ് ഈക്വൽ ടു VS² ഡിവൈഡഡ് ബൈ 4RL അല്ലെങ്കിൽ 4RS അങ്ങനെ എഴുതാം. കാരണം ഇവിടെ ഓൾറെഡി പവറിന്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. എന്താ? V² ഡിവൈഡഡ് ബൈ RL ഡിവൈഡഡ് ബൈ RS പ്ലസ് RL. അപ്പൊ ഇവിടെ പറയുന്നത് എപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുക? വെൻ RL ഈസ് ഈക്വൽ ടു RS. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ V² വരും, മോളിൽ RS വരും, ഡിനോമിനേറ്ററിൽ RS പ്ലസ് RS എന്ന് പറയുമ്പോൾ 2RS വരും. 2RSന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് 4RS² വരും. സോ യു വിൽ ഗെറ്റ് V² ഡിവൈഡഡ് ബൈ 4RS. താഴെ RS², മുകളിൽ RS രണ്ട് കട്ട് ചെയ്തു. V² ഡിവൈഡഡ് ബൈ 4RS അല്ലെങ്കിൽ V² ഡിവൈഡഡ് ബൈ 4RL. ഇത് രണ്ടും എന്താണ്? മാക്സിമം പവറിന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പൊ അതും കൂടെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചോ. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തില് ഡിഫറെന്റ് കേസുകൾ വരാറുണ്ട്. ഡിഫറെന്റ് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇതിൽ തിയറംസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. തിയറംസ് മാത്രമല്ല പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് തരും അല്ലെ. പർട്ടിക്കുലർ നെറ്റ്വർക്ക് തന്നിട്ട് when will be the power maximum power is transferred എന്ന് ചോദിക്കാം. ആ പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഏത് തരത്തിലുള്ളതായിരിക്കാം? രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് ആണ് യൂഷ്വലി കണ്ടുവരുന്നത്. ഒന്ന് സാധാരണ DC സോഴ്സ് കൊടുക്കുന്നു, 2 റെസിസ്റ്റേഴ്സ്. സാധാരണ 3 മാർക്കിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ AC സോഴ്സും ഇമ്പിഡൻസുകളും വരാം. AC സോഴ്സ് കൊടുക്കാം, ഇമ്പിഡൻസ് ആയിട്ട് വോൾട്ടേജ് കറണ്ടും സീരീസ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഇമ്പിഡൻസുകളായിട്ടും ചോദിക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ 3 ഡിഫറെന്റ് കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. 3 ഡിഫറെന്റ് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പിഡൻസ്, ലോഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പിഡൻസ്. ഇമ്പിഡൻസിലെ ലോഡ് റെസിസ്റ്ററും റിയാക്ടൻസും വേരിയിങ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഷുഡ് ബി ദ ലോഡ് വാല്യൂ ഇൻ ഓർഡർ ടു ഗെറ്റ് മാക്സിമം പവർ? എന്തായിരിക്കണം അത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കണം. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു സോഴ്സ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 6 + 8J എന്ന് പറഞ്ഞിട്ട് സോഴ്സ് റെസിസ്റ്റൻസ്. നിങ്ങളോട് ചോദിക്കുകയാണ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ വാട്ട് വിൽ ബി ZL. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 6 + 8J നെ 6 - J8. ഇതാണ് എന്ത്? ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള ലോഡ് യൂസ് ചെയ്യുക. അതാണ് ഈ ഫസ്റ്റ് കാര്യം. രണ്ടാമത് ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങളുടെ ലോഡ് റിയാക്ടൻസ് മാത്രമാണ് വേരി ചെയ്യുന്നതെങ്കിൽ ആ ലോഡ് റിയാക്ടൻസിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? സോഴ്സ് റിയാക്ടൻസ് എന്താണോ അതിന്റെ നെഗറ്റീവ് കൊടുക്കണം. ഇനി ഈ കേസ് ഒരു ചോദിക്കാൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നമുക്കൊരു കാര്യം, ഈ 3 കേസുകൾ ജസ്റ്റ് നിങ്ങൾ എക്സ്പ്രഷൻസ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് ഞാൻ പ്രോബ്ലംസ് ആയിട്ട് പറഞ്ഞിടാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി സോഴ്സുകളും റെസിസ്റ്റേഴ്സും മാത്രമുള്ള പാവം സർക്യൂട്ടുകൾ, അത് നമുക്ക് വലിയ റിസ്ക് ഇല്ല. പിന്നെ ചോദിക്കാനുള്ളത് AC സോഴ്സുകളും റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ മുതലായവ അടങ്ങുന്ന സർക്യൂട്ടുകൾ. ഈ 2 തരത്തിലാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ലോഡ് റെസിസ്റ്റൻസ് ദാറ്റ് ടു ബി കണക്റ്റഡ് അറ്റ് AB സോ ദാറ്റ് മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ സോഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ മാക്സിമം പവർ ഡെലിവേർഡ് ടു ദ ലോഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഒരു പാരലൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുന്നത് എന്താ, തിയറം നമുക്കറിയാം. തിയറം അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്കാണ് നിങ്ങളോട് കണക്ട് ചെയ്യേണ്ട ലോഡ് എത്രയാണെന്ന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി പറയും ഈ RL-ഉം R-ഉം ഈക്വൽ ആയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ആ രൂപത്തിലാണോ? അല്ല. ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്ററും ഉള്ള രൂപത്തിലാണോ? അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് നെറ്റ്വർക്ക് തന്നാലും അതിനെ ഒരു വോൾട്ടേജും അതിന് സീരീസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്ററും ഉള്ള രൂപത്തിലേക്ക് മാറ്റണം. ഈ രൂപം എന്താണ്? ദിസ് ഈസ് തെവനിൻസ് രൂപം അല്ലെ? ഇതാണ് തെവനിൻസ് ഇക്വലന്റ്. അപ്പൊ ഏത് നെറ്റ്വർക്ക് തന്നാലും അതിന് തെവനിൻസ് ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം പവർ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ആണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് യൂസിങ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം നമ്മുടെ സിലബസിലുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അത് ചോദിക്കുന്നില്ല, ഇൻഡയറക്ട്ലി അത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ കറണ്ടും ഈ പാരലൽ റെസിസ്റ്റൻസിനെയും കണ്ടോ ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസും ആക്കി മാറ്റി. എങ്ങനെയാ അത് മാറ്റുന്നതെന്ന് മനസ്സിലായോ? അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അതായിരിക്കും വോൾട്ടേജ്. സോ 5 ആംപിയർ ഇൻറ്റു 10 ഫോർ 50 വോൾട്ട് വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക? സെയിം റെസിസ്റ്റൻസ് തന്നെ സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ദിസ് ഈസ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളോട് ഇനി 50 വോൾട്ടേജ് സോഴ്സും സീരീസ് 10 ഓം റെസിസ്റ്ററും തന്നിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ? ഒരു കറണ്ട് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ്. ആ കറണ്ട് സോഴ്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? സെയിം റെസിസ്റ്റൻസ്. അപ്പൊ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? പക്ക നമ്മുടെ വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസ് കിട്ടി. അപ്പൊ ഇവിടെ തെവനിൻസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏത് വാല്യൂ കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം പവർ കിട്ടുക? വെൻ ദിസ് ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 10 ഓം. സോ വെൻ RL ഈസ് ഈക്വൽ ടു 10 ഓം മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ്. അങ്ങനെ ആകുമ്പോൾ മാക്സിമം പവർ എത്രയാണോ? മാക്സിമം പവർ ഈസ് V square divided by 4RL. V square എത്രയാ? 50 square divided by 4 into RL എത്രയാ? 10 ഓം. ഇത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ മാക്സിമം പവർ ദാറ്റ് ഈസ് ഈക്വൽ ടു 62.5 വാട്ട്സ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ഇത് ടൈപ്പ് 1 ഡിപെൻഡന്റ് സോഴ്സ് ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമുള്ള ക്വസ്റ്റൻ കുറച്ച് ലെങ്തി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അതായത് കുറെ എലിമെന്റ്സ്, കുറെ ഇൻഡിപെൻഡന്റ് സോഴ്സും പക്ക റെസിസ്റ്റേഴ്സും മാത്രമുള്ള ഒരു നെറ്റ്വർക്ക്. ഇതിന്റെ അകത്ത് വാട്ട് ഷുഡ് ബി ദ ലോഡ് ദാറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മാക്സിമം പവർ എന്ന് ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ ഈ 2 പോയിന്റിന് അക്രോസ് ഒരു സിംഗിൾ വോൾട്ടേജും ഒരു സിംഗിൾ റെസിസ്റ്റൻസും ആയിട്ട് മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോയിന്റിന് അക്രോസ് അതിന്റെ തെവനിൻസ് ഇക്വലൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സീരീസ് റെസിസ്റ്റൻസ്, തെവനിൻസ് റെസിസ്റ്റൻസ് എത്ര കിട്ടുന്നോ ആ പർട്ടിക്കുലർ വാല്യൂലുള്ള ലോഡ് കണക്ട് ചെയ്താൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയണം. സോ എന്ത് ചെയ്യുക? ഇതിന് നമുക്ക് സിമ്പിൾ ആണ്. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ തെവനിൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ ക്വസ്റ്റൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ദാറ്റ് ഷുഡ് ബി കണക്റ്റഡ് അക്രോസ് X and Y സോ ദാറ്റ് മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്. ഓൾസോ കാൽക്കുലേറ്റ് ദ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 2 പോയിന്റിന് അക്രോസ് ഉള്ള തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഈ 2 പോയിന്റ് അക്രോസ് ഉള്ള തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഈ 2 പോയിന്റ് അക്രോസ് ഉള്ള തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നെറ്റ്വർക്കിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? VTH ആയിട്ടും അതിന് സീരീസ് ആയിട്ടുള്ള RTH ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യേണ്ട ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയായിട്ട് ചൂസ് ചെയ്യാം? ഈ RTH ആയിട്ട് യൂസ് ചെയ്യാം ഫോർ എന്തിന്? മാക്സിമം പവർ ട്രാൻസ്ഫർ. ദിസ് ഈസ് ദ സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിൽ 2 സെക്ഷൻ ആയിട്ട് 14 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ള. ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ X, Yക്ക് അക്രോസ് ഉള്ള തെവനിൻസ് ഇക്വലന്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് സെക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ തെവനിൻസ് ഇക്വലന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഈ 2 പോയിന്റ് അക്രോസ് എന്താവും, ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്ററും ആയിട്ട് മാറും. പിന്നെ ആ സെയിം റെസിസ്റ്റർ ലോഡിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം പവർ ആയി. സോ VTH ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 22ഉം RTH ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 6ഉം കിട്ടും. RTH 6 കിട്ടിക്കഴിഞ്ഞാൽ ഫോർ മാക്സിമം പവർ RL വാല്യൂ ഓൾസോ കണക്ട് 6 ഓം റെസിസ്റ്റർ. അങ്ങനെ ആ സമയത്ത് RL കിട്ടും. മാക്സിമം പവർ എന്താ കണ്ടുപിടിക്കുക, മാക്സിമം പവർ എങ്ങനെ കണ്ടുപിടിക്കുക, VS സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ടൈംസ് RL അല്ലെങ്കിൽ RS. VS സ്ക്വയർ എന്ന് പറയുന്നത് VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ടൈംസ് RL. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ പ്രോബ്ലം, ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. നെക്സ്റ്റ് വരുന്നത് ഇതൊരു ടൈപ്പ്. ഈ ടൈപ്പിൽ എന്താ, ദിസ് ഈസ് സെക്കൻഡ് ടൈപ്പ്. ഈ സെക്കൻഡ് ടൈപ്പിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഴ്സ് AC ആയിരിക്കും ആൻഡ് these things will be combination of resistance, capacitors, inductors. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ ക്വസ്റ്റ്യൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ZL in the network if ZL is impedance or if ZL is pure resistance. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2 ടൈപ്പിലുള്ള ലോഡ് ആണെങ്കിൽ എന്താണ് കേസ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് നമ്മുടെ സോഴ്സ് അല്ലെ, സോഴ്സ് റെസിസ്റ്റൻസിന്റെ സോഴ്സ് ഇംപിഡൻസ് ഇതാണ്. സോഴ്സ് ഇംപിഡൻസ് എത്രയാണ് വരുന്നത്, 6 - j8. ഇതാണ് 2 സീരീസ് അല്ലടോ, ഇത് ഓം 2 സീരീസ്. സോ 6 - j8 ആണ് സോഴ്സ് ഇംപിഡൻസ്. അങ്ങനെ ആവുന്ന സമയത്ത് ZL-ന്റെ വാല്യൂ, മാക്സിമം പവറിന് ZL-ന്റെ വാല്യൂ. പക്ഷേ ZL എന്താണെന്ന് ആദ്യം പറയണം. ZL ഒരു ഇംപിഡൻസ് ആണെങ്കിൽ, ZL ഒരു ഇംപിഡൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ZL എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു റെസിസ്റ്റൻസ് പാർട്ടും ഉണ്ടാവും, ഒരു റിയാക്ടൻസ് പാർട്ടും ഉണ്ടാവും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ZL ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ തിയറം, ജസ്റ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്പെഷ്യൽ കേസ് പഠിച്ചിട്ടില്ലേ, വാട്ട് ഷുഡ് ബി ZL വാല്യൂ. ZL വാല്യൂ ഈസ് സോഴ്സിന്റെ കോൺജുഗേറ്റ് എടുക്കണം. സോഴ്സ് എത്ര, 6 - j8 ആണെങ്കിൽ ലോഡ് എത്ര കൊടുക്കണം, 6 + j8 കൊടുക്കണം. സോ ഫസ്റ്റ് കേസിന്റെ ആൻസർ എത്ര, 6 + j8. ഇനി ZL ഇംപിഡൻസ് അല്ല, ZL റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക്, അതായത് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, AC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഇംപിഡൻസ് ഉണ്ട്. ഇംപിഡൻസ് വാല്യൂ എത്ര, 6 - j8. ഇനി നിങ്ങൾ ലോഡായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇംപിഡൻസ് അല്ല, ഒരു ലോഡ് റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലോഡ് റെസിസ്റ്ററിന്റെ വാല്യൂ എന്ത് കൊടുക്കണം, ലോഡ് റെസിസ്റ്റൻസ് വാല്യൂ ഷുഡ് ബി കണക്റ്റഡ് ആസ് മോഡുലസ് ഓഫ് ZS. മോഡുലസ് ഓഫ് ZS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മോഡുലസ് എങ്ങനെ കാണും, √6² + 8². സോ 36 + 64 100 റൂട്ട് എടുക്കുമ്പോൾ 10. സോ 10 ohm resistance should be connected across RL in order to get maximum power transfer. ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡിഫറെന്റ് കേസസിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കാം. തരുന്ന സർക്യൂട്ട് കംപ്ലീറ്റ് പ്യുവർ DC സോഴ്സും റെസിസ്റ്റേഴ്സും മാത്രമാണെങ്കിൽ ഒരു സീനും ഇല്ല. ജസ്റ്റ് VTH കണ്ടുപിടിക്കുക, RTH വാല്യൂ തന്നെ ലോഡായിട്ട് കണക്ട് ചെയ്യുക. ഇനി അങ്ങനെയല്ല, AC സോഴ്സും ഇംപിഡൻസും ആണ് തരുന്നതെങ്കിൽ ഈ സ്പെഷ്യൽ കേസുകൾ ഓർക്കണം. ഓക്കെ, കണക്ട് ചെയ്യുന്ന ലോഡ് ഏത് ടൈപ്പ് ആണെന്ന് ചിന്തിക്കണം. അത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതേ സെക്കൻഡ് ടൈപ്പിൽ വരുന്ന തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലെ ഒരു നെറ്റ്വർക്ക് തന്നിട്ട് ZL-ന്റെ വാല്യൂ എന്ത് വേണം ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, എന്തായിരിക്കും ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നതല്ലേ ZL, ഈ പോയിന്റിന് ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ ഇംപിഡൻസും ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ZL-ന്റെ വാല്യൂ പുഷ്പം പോലെ കണ്ടുപിടിക്കാം. പക്ഷേ ഈ രൂപം അങ്ങനെയല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ രൂപത്തിനെ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ സീരീസ് റെസിസ്റ്റൻസും ആയിട്ട് മാറ്റണം. അപ്പൊ എന്തായിരിക്കും സ്റ്റെപ്പ്, ഈ ZL-നെ റിമൂവ് ചെയ്യുക, 2 പോയിന്റ്സ് AB എന്ന് പറയുന്ന പോയിന്റ്സ് എടുക്കുക, AB എന്ന് പറയുന്ന പോയിന്റ്സിന് അക്രോസ് ഉള്ള VTH കണ്ടുപിടിക്കുക, AB എന്ന് പറയുന്ന പോയിന്റ് അക്രോസ് ഉള്ള RTH കണ്ടുപിടിക്കുക. ഇവാലുവേഷൻ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. അത് കുറച്ച് ലെങ്തി ആണ്, കാരണം ഇവിടെ 2 ലൂപ്പുകൾ, ഇവിടെ ഒരു ലൂപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇവർ ZT കണ്ടുപിടിച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടോട്ടൽ ഇംപിഡൻസ് കണ്ടുപിടിച്ചു, കൂടാതെ ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് കണ്ടുപിടിച്ചു. ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് നമുക്ക് അറിയാമെങ്കിൽ കറണ്ട് ഡിവിഷൻ വെച്ചിട്ട് ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കും. കാരണം ഇവിടുന്ന് ഒരു 6 ആംപിയർ വരുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒരു കറണ്ട് പോകും, ഇതിൽ കൂടെ ഒരു കറണ്ട് പോകും, ചിലപ്പോൾ 4 ഇതിൽ കൂടെ പോകും, 2 ഇതിൽ കൂടെ പോകും. അപ്പോൾ ഈ 2 കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്യാം. കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഈ ടോട്ടൽ കറണ്ട് അറിയണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ അകത്ത് ടോട്ടൽ കറണ്ടും ZT-യും ഇവരങ്ങ് ഇവാലുവേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് I കണ്ടുപിടിക്കാം. ടോട്ടൽ കറണ്ട് ഇതാണ് കിട്ടുക, ഇത് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതാണ് എന്ത്, ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. ഇത് റൂളാ കറണ്ട് ഡിവിഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഓംസ് ലോ, കിർച്ചോഫ് വോൾട്ടേജ് ലോ, കിർച്ചോഫ് കറന്റ് ലോ,
നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ്, സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്, ഇതുപോലെയുള്ള കറണ്ട് ഡിവിഷൻ, വോൾട്ടേജ് ഡിവിഷൻ, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, ഇതെല്ലാം നമ്മൾ കോഴ്സിന്റെ ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് തിയറിയുടെ കോഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബേസിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതും ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർമ്മയില്ല എങ്കിൽ എന്ത് ചെയ്യുക, അത് നോക്കുക. ഇൻ കേസ് ഈ വീഡിയോ കാണുന്നവർ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ഓഫർ പ്രൈസിന് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഈ കാര്യങ്ങളുടെ ഒക്കെ A to Z നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് കിട്ടും. ഓക്കെ, സോ നമ്മൾ കറണ്ട് ഡിവിഷൻ ഉപയോഗിച്ചിട്ട് I കണ്ടുപിടിക്കുന്നു. I കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ടാണ് I അല്ലെ. I ഇൻറ്റു ഈ പർട്ടിക്കുലർ ഇമ്പിഡൻസ് നിങ്ങൾക്ക് എന്ത് തരും, VTH കണ്ടുപിടിക്കും. ZTH ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ VTH ഉം ZTH ഉം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിന്റെ തെവനിൻസ് ഇക്വലന്റ് കിട്ടി. തെവനിൻസ് ഇക്വലന്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് എത്ര കണക്ട് ചെയ്യണം, ZTH എത്രയാണോ അതിന്റെ കോഞ്ചുഗേറ്റ് വേണം ലോഡായിട്ട് കണക്ട് ചെയ്യണം അല്ലെ. ലോഡും ഇമ്പിഡൻസ് ആണ്. സോ ലോഡ് ഇമ്പിഡൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, ZTH ന്റെ കോഞ്ചുഗേറ്റ് ആയിട്ട്. അപ്പൊ ZTH 1.8 മൈനസ് J 2.4 ആണെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് ആണ് നമ്മൾ ലോഡായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ZL. ഇനി പവർ, ഇതിപ്പോ അതിന്റെ തെവനിൻസ് ഇക്വലന്റ് വോൾട്ടേജും തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്ററും അതിന്റെ കൂട്ടത്തിൽ ലോഡ് അതിന്റെ കോഞ്ചുഗേറ്റ് കണക്ട് ചെയ്ത് മാക്സിമം പവർ ഇതിന്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം, മാക്സിമം പവർ എന്ന് പറയുന്നത് എന്താണോ, V² ഡിവൈഡഡ് ബൈ 4RL. പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം പവർ ആണ്. വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക. പവർ ഡെലിവർ ആവുന്നത് റെസിസ്റ്ററിൽ മാത്രമാണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള റെസിസ്റ്റർ കമ്പോണന്റ് മാത്രം പവർ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞു. ഇത്രയുമാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിനെ പറ്റി പറയാനുള്ളത്. ലാസ്റ്റ് ഒരു തിയറം കൂടി, ദാറ്റ് ഈസ് സൂപ്പർ പൊസിഷൻ തിയറം. സൂപ്പർ പൊസിഷൻ തിയറവും പ്രോബ്ലംസിലാണ് ചോദിക്കാറ്. സൂപ്പർ പൊസിഷൻ തിയറം യൂഷ്വലി ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളതെല്ലാം DC കമ്പോണൻസ് വെച്ചിട്ടാണ്. AC-യിൽ അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. സോ നമുക്ക് DC-യിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. സോ DC-യിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു 3 മാർക്സിന് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് ഇത്. 2 സോഴ്സ് സൂപ്പർ പൊസിഷൻ തിയറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന എന്താ, 2 സോഴ്സുകൾ വേണം. ഈ ഒരു പർട്ടിക്കുലർ ഇതിലെ ക്വസ്റ്റൻ എന്താ, ഫോർ ദ ഗിവൻ സർക്യൂട്ട് ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് 10 ആംപിയർ സോഴ്സ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. 2 സോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്നത്, ഒരു സമയത്ത് ഒരു സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നു, മറ്റേ സോഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക. മറ്റേ സോഴ്സ് കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, മറ്റേ സോഴ്സ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഇത് വോൾട്ടേജ് സോഴ്സും ഇത് കറണ്ട് സോഴ്സുമാണ്. ഇത് 50 വോൾട്ട് ആണല്ലോ. അപ്പൊ ഇത് 10 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 50 വോൾട്ടിനെ മാത്രം കൺസിഡർ ചെയ്യുക. 50 വോൾട്ടിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇതിന് എന്ത് ചെയ്യണം, രണ്ടാമത്തെ സോഴ്സിനെ എലിമിനേറ്റ് ചെയ്യണം, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഇവിടെ ഓപ്പൺ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്തിൽ കൂടെ കറണ്ട് ഉണ്ടാവില്ല, ഇതിന് അക്രോസ് ഡ്രോപ്പ് ഉണ്ടാവില്ല. ഈ 50 വോൾട്ട് കംപ്ലീറ്റ് എവിടെ വന്ന് കിടക്കും, V1 ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് V1 50 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് കൺസിഡർ സെക്കൻഡ് 10 ആംപിയർ കറണ്ട് സോഴ്സ് ഓൺലി. 10 ആംപിയർ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോ ഇതിന് അക്രോസ് ഡ്രോപ്പ് ഉണ്ടാവില്ല. 10 ആംപിയർ ഇതിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ ഇതിന് അക്രോസ് 10 × 4 40 വോൾട്ടിന്റെ വോൾട്ടേജ് ഡ്രോപ്സ് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിന് അക്രോസ് ഉണ്ടാവും. ഇവിടെ ഒരു 40 വോൾട്ട്, ഈ കംപ്ലീറ്റ് ലൂപ്പിലെ വോൾട്ടേജുകൾ 0 ആയിരിക്കണം. ഈ ഇവിടെ ഒരു 40 വോൾട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരണം, അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ എന്ത് വരണം, ഇവിടെ ഒരു 40 വോൾട്ട് വരണം. അതായത് ഇവിടെ പ്ലസ് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് പ്ലസിൽ എന്ത് ഉണ്ടാവണം, ഒരു 40 വോൾട്ട് ഉണ്ടാവണം. സോ V2 വാല്യൂ ഈസ് 40 വോൾട്ട്. അപ്പോൾ V1 കിട്ടി, V2 കിട്ടി. നമുക്ക് 10 ആംപിയറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 50 വോൾട്ട് മാത്രം യൂസ് ചെയ്യുമ്പോൾ 10 ആംപിയറിന് അക്രോസ് 50 വോൾട്ട് ഉണ്ടാവുമായിരുന്നു. ഇനി 10 ആംപിയർ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് അക്രോസ് 40 വോൾട്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും, ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം. V1 50, V2 40, 50 പ്ലസ് 40 ദാറ്റ് വിൽ ഗിവ് യു 90 വോൾട്ട്. സിമ്പിൾ സംഭവം. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് ആൻസർ ആയിട്ട് 3 മാർക്സിന് ചോദിച്ചത്. അതേപോലെ തന്നെ അനദർ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറന്റ് ഇൻ ദ 10 ohm റെസിസ്റ്റൻസ്. സെയിം സംഭവം, DC കമ്പോണൻസ് മാത്രമേ ഉള്ളൂ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഓൺലി. എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റെപ്സ് ഞാൻ പറയാം. എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് 10 വോൾട്ടിന് മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഏതാ കണ്ടുപിടിക്കണം, 10 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് 10 വോൾട്ടിന് മാത്രം കൺസിഡർ ചെയ്യുക, ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, എന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കുക. ആ കറണ്ടിനെ I' എന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് 4 ആംപിയർ കറണ്ട് സോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുക, ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ I" എന്ന് മാർക്ക് ചെയ്യുക. രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ ടോട്ടൽ കറണ്ട്. ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം. അങ്ങനെ സ്റ്റെപ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. കാരണം 10 വോൾട്ട് 1 ആംപിയർ, ഈ 4 ആംപിയർ
ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം അല്ലേ? കാരണം എന്താ, ഒരു സോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ സോഴ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. മറ്റേ സോഴ്സ് കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. അപ്പൊ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള സർക്യൂട്ടാണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടാ. അത് തന്നെ ഐ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഐ എന്ന് പറയുന്നത് എന്താ, ഈ കംപ്ലീറ്റ് സർക്യൂട്ടിൽ ഇതിൽ കൂടെ പോകുമ്പോൾ കറണ്ടാണ് ഐ. അപ്പൊ ഞാനിത് സ്പെഷ്യൽ കേസ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് 10 വോൾട്ട് സോഴ്സ് ഈസ് ആക്ടിങ് അലോൺ. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ആയിട്ടല്ല, ഐ ഡാഷ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഡിവിഷൻ ആണ്. കറണ്ട് ഡിവിഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം, 10ഉം 7ഉം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. സോ ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ 10നെയും 7നെയും പാരലൽ കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് 4.12 ഓം കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് നെറ്റ്വർക്കിൽ ഒരു 1 ഓമും ഒരു 4.12 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രശ്നം മനസ്സിലായി. ഈ ബ്രാഞ്ചിനെ എലിമിനേറ്റ് ചെയ്ത് എങ്ങനെ കാര്യം നടക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇപ്പൊ സോൾവ് ആക്കി തരാം. 10 വോൾട്ടും 1 ഓമും 4.12 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ ടോട്ടൽ കറണ്ട് എത്ര വരും? 10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4.12 അല്ലെ? അപ്പൊ ടോട്ടൽ കറണ്ട്, ഈ ഐ എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട്, ഈ ഒരു പർട്ടിക്കുലർ കറണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ കറണ്ടിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ടോട്ടൽ കറണ്ടിന്റെ വാല്യൂ ഐ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 10 ഡിവൈഡഡ് ബൈ 1.42 ചെയ്യുന്ന സമയത്ത് 1.95 ആംപിയർ എന്ന് കിട്ടും. ഈ 1.95 ആംപിയർ ആണ് ഈ കറണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് ഇവിടെ ഐ ഡാഷ് ആണ് വേണ്ട, ഐ ഡബിൾ ഡാഷ് അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടോട്ടൽ കറണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിന് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം? കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എന്താ കറണ്ട് ഡിവിഷൻ പറയുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഐ ഡാഷ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് 1.95 ഉണ്ട് ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? കറണ്ട് ഐ ഡാഷ് കിട്ടും. എപ്പോൾ ഐ ഡാഷ് എന്ന് പറയുന്നത് എന്താ? ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടാവുമ്പോൾ ഉള്ള കറണ്ട് ആണ്. സോ അതിന്റെ ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്യണം. ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആണ്. സെയിം പ്രോസസ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാം? സെക്കൻഡ് 4 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള സമയത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഉള്ള കറണ്ടിനെ ഐ ട്രിപ്പിൾ ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യുക? ഒരു സോഴ്സ് അല്ലേ നമ്മൾ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുള്ളൂ. മറ്റേ സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. എന്നിട്ട് സെയിം അനാലിസിസ് റിപ്പീറ്റ് ചെയ്യുക. ഞാനത് പറയുന്നില്ല. ദെൻ ഇവാലുവേറ്റ് ഐ ഡബിൾ ഡാഷ്. ഐ ഡബിൾ ഡാഷ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചിട്ട് കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഐ ഡബിൾ ഡാഷ് നിങ്ങൾക്ക് കിട്ടുക 0.23 ആംപിയർ എന്നാണ്. അതും ഡൗൺവേർഡ് ആണ്. അപ്പൊ രണ്ടും ഡൗൺവേർഡ് ആണ്. അപ്പൊ ടോട്ടൽ കറണ്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഐ ഡാഷ് പ്ലസ് ഐ ഡബിൾ ഡാഷ്. സോ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു 1.03 ആംപിയർ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ടിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ആണിത്. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള കംപ്ലീറ്റ് തിയറംസ് ആയിട്ട് ചോദിക്കാനുള്ളത് ഏതാന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്സ് ഏതാന്നടക്കം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമ്മുടെ കോഴ്സ് തിയറി ഉണ്ടല്ലോ, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? ഈ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സംഭവം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. നമുക്ക് ഈ ഫണ്ടമെന്റൽസ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും എന്ത് പറ്റുന്നത്? മാർക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ നെറ്റ്വർക്ക് അതേപടി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റിൽ വരച്ചു വെക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന തിയറം, ഇപ്പോൾ ഓംസ് ലോ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് 2-3 വോൾട്ടേജുകളും 2-3 കറണ്ടുകളും കണ്ടുപിടിച്ച് വെക്കുക. എന്തെങ്കിലും ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു വോൾട്ടേജും കറണ്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവേശം വരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ ഓൾറെഡി വൺസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എക്സാമിങ് അടുത്തു, അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം നേരത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂൾസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.